Hello friends, welcome to Path to Success channel. Today we are going to discuss the general knowledge section in PSC exams. സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് 1863 ജനുവരി 12. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു രാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ പരമഹംസരുടെ യഥാർത്ഥ പേര് ഗദ്ദാധർ ചാറ്റർജി. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് രാമകൃഷ്ണ പരമഹംസർ, അതായത് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. രാമകൃഷ്ണ പരമഹംസരുടെ പത്നി, അതായത് ഗുരുവിൻ്റെ പത്നി ശാരദാമണി. സ്വാമി വിവേകാനന്ദൻ്റെ കേരള സന്ദർശനം 1892 ആ വർഷത്തിൽ തന്നെയാണ് കേരളത്തെ ഭ്രാന്താലയമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ, അതായത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരിലാണ് ആ മിഷൻ സ്ഥാപിച്ചത്. അതായത് വർഷം 1897 രാമകൃഷ്ണ മിഷൻ്റെ ആസ്ഥാനം ബേലൂറാണ്. അതിൻ്റെ വനിതാ വിഭാഗം എന്ന് പറയുന്നത് ശാരദാ മഠമാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പത്നിയുടെ പേരിലാണ് രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ്. അതായത് അദ്ദേഹം കേരളം സന്ദർശിച്ചതിന് ശേഷം 1 കൊല്ലത്തിന് ശേഷമാണ് ചിക്കാഗോയിലെ മതസമ്മേളനത്തിന് പോയിരിക്കുന്നത്. അതായത് 1893 സെപ്റ്റംബർ 11 പോയിരിക്കുന്നത്. ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമിയെ വിശേഷിപ്പിച്ചത് ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നാണ്. ഇനി വിവേകാനന്ദൻ പറഞ്ഞ മഹത് വചനങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സംഘടനാ ശക്തിയാണ്, അതിൻ്റെ രഹസ്യം അച്ചടക്കത്തിലാണ് എന്ന് പറഞ്ഞത്. സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴി ഫുട്ബോൾ കളിയാണ് എന്ന് പ്രഖ്യാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഇത് തീർത്തും വളരെ വ്യത്യസ്തമായൊരു വചനമായിരുന്നു. ഇരുമ്പിൻ്റെ മാംസപേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം എന്നഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. ഇപ്പോഴത്തെ സമൂഹത്തിലും ഒരു പ്രസക്തമായ ഒരു വചനമാണിത്. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, വിവേകമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. 1899, 1900 എന്നീ വർഷങ്ങളിലെ പാരീസ് റിലീജിയൻസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ന്യൂയോർക്കിൽ സ്ഥാപിച്ച സംഘടന വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് 1894 അദ്ദേഹം അത് സ്ഥാപിച്ചത്. അതായത് അദ്ദേഹം ന്യൂയോർക്കിലും സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് നൽകിയ ആഹ്വാനം എന്നത് ഉത്തിഷ്ഠിത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. അത് സംസ്കൃതമാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സ്വാമി വിവേകാനന്ദൻ. ഗീതോപദേശമാണല്ലോ. സ്വാമി വിവേകാനന്ദൻ്റെ പ്രമുഖ പത്രങ്ങൾ പ്രബുദ്ധ ഭാരതം, ഉദ്ബോധൻ. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യ സിസ്റ്റർ നിവേദിത. നിവേദിതയുടെ ആദ്യകാല നാമം മാർഗരറ്റ് എലിസബത്ത് നോബിൾ. സ്വാമി വിവേകാനന്ദന് ഇത്തരം ഒരു സിസ്റ്റർ നിവേദിത എന്നൊരു നാമത്തിൽ ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം 1902 ജൂലൈ 4. അടുത്തത് അവകാശികളുടെ രചയിതാവ് M.K. മേനോൻ. M.K. മേനോൻ്റെ തൂലിക നാമം വിലാസിനി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് M.K. മേനോൻ്റെ തൂലിക നാമമാണ് വിലാസിനി. M.K. മേനോൻ്റെ പ്രധാന കൃതികൾ നിറമുള്ള നിഴലുകൾ,
ഇണങ്ങാത്ത കണ്ണികൾ, ചുണ്ടലി, ഊഞ്ഞാൽ. ആധുനിക യുഗത്തിലെ മഹാഭാരതം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയാണ് അവകാശികൾ. അത്രയും പ്രസക്തമായ ഒരു കൃതിയാണ് അവകാശികൾ. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ എന്ന് പറയുന്നത് അഗ്നിസാക്ഷിയാണ്. അഗ്നിസാക്ഷിയുടെ രചയിതാവ് ലളിതാംബിക അന്തർജനമാണ്. മലബാർ ലഹള പശ്ചാത്തലമായ ഉറൂബിൻ്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. ഓക്കെ, ഇനി നമ്മൾക്ക് ചില പഠനശാഖകളെ കുറിച്ച് പരിചയപ്പെടാം. ഇത്തരം പഠനശാഖകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നതാണ്, ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. കാറ്റ് അനിമോളജി, മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇത്തിയോളജി, പുരാവസ്തു ആർക്കിയോളജി, അത് നമുക്ക് തെറ്റില്ല. വിഷം ടോക്സിക്കോളജി, ഇറ്റ്സ് ഓക്കെ. ചർമ്മം ഡെർമറ്റോളജി, ക്യാൻസർ ഓങ്കോളജി, ഫംഗസ് മൈക്കോളജി, ആൽഗകൾ ഫൈക്കോളജി, മുടി ട്രൈക്കോളജി, പേശികൾ മയോളജി, കണ്ണ് ഒഫ്താൽമോളജി, നമുക്കറിയായിരിക്കും. ഫലങ്ങൾ പോമോളജി, ഹൃദയം കാർഡിയോളജി, ചിലന്തി അരാക്നോളജി, ഉരകങ്ങൾ ഹെർപ്പറ്റോളജി. ഓക്കെ, ഇതിൽ കാറ്റ് അനിമോളജി എന്നുള്ളത് നമുക്ക് തെറ്റില്ല. കാരണം കാറ്റിൻ്റെ വേഗത അളക്കുന്ന യന്ത്രം അത് അനിമോമീറ്റർ ആണ്, അത് നമുക്ക് തെറ്റില്ല. മത്സ്യങ്ങൾ ഇത്തിയോളജി, അത് കേട്ടവരുണ്ടാകും, പക്ഷേ ഇതൊരു ഇത്ര പരിചയമുള്ളതല്ല. പുരാവസ്തു ആർക്കിയോളജി, ഇറ്റ്സ് ഓക്കെ, ഇത് നമുക്കറിയാവുന്നതാണ്. വിഷം ടോക്സിക്കോളജി, അതും ഒരു ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാവുന്നതാണ്. ചർമ്മം ഡെർമറ്റോളജി, അത് കുഴപ്പമില്ല. ക്യാൻസർ ഓങ്കോളജി, പിന്നെ കണ്ണ് ഒഫ്താൽമോളജി കിട്ടും. പിന്നെ പേശികൾ മയോളജി, പിന്നെ കാർഡിയോളജി ഹൃദയം. ബാക്കിയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഉരകങ്ങൾ ഹെർപ്പറ്റോളജി, ചിലന്തി അരാക്നോളജി, ഫലങ്ങൾ പോമോളജി, മുടി ട്രൈക്കോളജി, ആൽഗകൾ ഫൈക്കോളജി, അതും കുഴപ്പമില്ല. ഫംഗസ് മൈക്കോളജി, അതും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി പ്രകൃതി ചരിത്രത്തിൻ്റെ പിതാവ് ജോൺ റേയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം ഹിസ്റ്റോറിയ ജെറാലിസ് ഫ്ലാൻഡെ. ദ്വിനാമ പദ്ധതി അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആവിഷ്കരിച്ചത് കാൾ ലിനേയസ്. ഓക്കെ, വളരെ പ്രശസ്തമായ നോമൻക്ലേച്ചറാണ്. അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതായത് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ആവിഷ്കരിച്ചത് കാൾ ലിനേയസ് ആണ്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ടാക്സോണമിയുടെ പിതാവ് കാൾ ലിനേയസ്. ജീവികൾക്ക് പേരിടാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് കാൾ ലിനേയസ്. സിസ്റ്റമ നാച്ചുറൽ എന്ന പുസ്തകം രചിച്ചത് കാൾ ലിനേയസ്. അതായത് ഒരു ജീവിവിഭാഗത്തെ ഒരു കൂട്ടം ജനങ്ങൾ വേറെ പേര് പറഞ്ഞു വിളിക്കുന്നു, ലോകത്തിലെ പല വിഭാഗം പേരുകൾ പല പേരായിട്ട് വിളിക്കുന്നു. അപ്പം അതിനൊരു ശാസ്ത്രീയ നാമം എന്ന നിലയ്ക്കാണ് അങ്ങനെ ജീവികൾക്ക് പൊതുവായൊരു പേരിടാനുള്ള ശ്രമം തുടങ്ങിയത് കാൾ ലിനേയസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പദ്ധതിയായിരുന്നു ദ്വിനാമ പദ്ധതി. ഓക്കെ, ദ്വിനാമ പദ്ധതി അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇനി ന്യൂട്രോൺ ഇല്ലാത്ത വാതകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ ആറ്റോമിക സംഖ്യ 1 അതായത് ആറ്റോമിക സംഖ്യ 1, അതിന് ന്യൂട്രോൺ ഇല്ല. അതിന് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അറിയണം. ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറിൻ്റെയും സമ്മാണ്. അതായത് ഹൈഡ്രജന് ഒരു പ്രോട്ടോൺ ആണുള്ളത്, അപ്പോൾ അതിന് ന്യൂട്രോൺ ഇല്ല. ആറ്റോമിക് നമ്പർ 1. ആവർത്തന പട്ടികയിൽ ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ്. അതായത് ആവർത്തന പട്ടിക എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ മൂലകങ്ങളെയും നമ്മളൊരു പൊതുവായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്രമീകരണത്തിൽ ആദ്യത്തെ മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക സംഖ്യയുടെ ക്രമത്തിലാണ്. എല്ലാ ആസിഡുകളിലുമുള്ള പൊതുഘടകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ കോമൺ ആണ്, എല്ലാ ആസിഡുകളിലും കോമൺ ആണ്. നിങ്ങൾക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ നൈട്രിക് ആസിഡ്, പിന്നെ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ ഹൈഡ്രജൻ.
ഹൈഡ്രജൻ എന്ന പേരിന് അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്ന എന്നതാണ് അർത്ഥം. ഹൈഡ്രജൻ. ഓക്കെ, നമുക്കറിയാം ഹൈഡ്രജൻ ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാങ്കേതികവിദ്യ അനുസരിച്ച് ജലം ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. അതായത് ജലം എന്ന് പറയുന്നത് H2O ആണ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയെ ആണ്. ലോഹ ഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകം ഹൈഡ്രജൻ. ലോഹ ഗുണം കാണിക്കും, പക്ഷെ അത് അലോഹമാണ്. ഹൈഡ്രജൻ ഒരു ഗ്യാസാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഏറ്റവും ലഘുവായ ആറ്റം ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണ്. അതായത് അതിലൊരു പ്രോട്ടോൺ ഉള്ളൂ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആവർത്തന പട്ടിക അഥവാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുണ്ടാവുക പീരിയോഡിക് ടേബിൾ എന്നാണ്. പീരിയോഡിക് ടേബിളിൽ കുറേ ഗ്രൂപ്പുകളുണ്ട്. ആൽക്കലൈൻ, ബോറോൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഗ്രൂപ്പുകളിലൊന്നും പെടാതെ നമുക്ക് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ നമ്മൾ നൽകിയിരിക്കുന്നതാണ് ഹൈഡ്രജന്. ഭാവിയിൽ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഭാവിയിൽ ഇന്ധനം എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ പെട്രോൾ ഡീസലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ നമുക്ക് യൂസ് ചെയ്യാം ഇന്ധനത്തിന്. പക്ഷേ നമുക്കത് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒക്കെ വെഹിക്കിൾസ് ഹൈഡ്രജൻ ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില തരത്തിലുള്ള ചെറിയ മോഡൽസ് ഒക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ ഭാഷകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭാഷകളെ കുറിച്ചുള്ള പഠനമാണ് ഫിലോളജി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മാൻഡറിൻ ആണ്. ചൈനീസ് ഭാഷയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നതും ഈ ഔദ്യോഗിക ഭാഷയായ ഹിന്ദി തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളി. ഓക്കെ, ഭരണഘടനയിലെ ഏതു വകുപ്പ് അനുസരിച്ചാണ് ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായത്? അത് ഒരു അനുച്ഛേദം ഉപയോഗിച്ചാണ് ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഉയർന്നത്. അതായത് 343(1) വകുപ്പ് പ്രകാരമാണ് ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് വന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇഷ്ടപ്രകാരം ഭാഷകളുള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്ക് സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ എന്ന് പറയുന്നത് തെലുങ്കാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദിയാണ്. പക്ഷെ ദ്രാവിഡ ഭാഷ എന്ന് പറയുന്നത് തെലുങ്കാണ്. ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ എന്ന് പറയുന്നത് തമിഴാണ് ഏറ്റവും പഴക്കമുള്ള ദ്രാവിഡ ഭാഷ. ഏറ്റവും അവസാനം രൂപപ്പെട്ട ദ്രാവിഡ ഭാഷയാണ് മലയാളം. നമുക്ക് തമിഴിലെ പല ഭാഗങ്ങളും നമ്മൾക്ക് മലയാളത്തിൽ ഉച്ചരിക്കുന്നത് അത് ഏറ്റവും സാമ്യം കാണാം. അതായത് അതിൻ്റെയൊക്കെ ഒരു മിക്സാണ് മലയാളം. ഏറ്റവും അവസാനം രൂപപ്പെട്ട ദ്രാവിഡ ഭാഷയാണ് മലയാളം. ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ഭാഷകൾ, നമുക്ക് പരിചയമുള്ള ഭാഷകളാണിത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്. ഓക്കെ, നമുക്ക് അടുത്തുള്ള ഭാഷകൾ ഏതൊക്കെയാണോ അതാണ് ദ്രാവിഡ ഭാഷകൾ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷയെ കുറിച്ച് കുറച്ചും കൂടി ആഴത്തിൽ മലയാളവും സംസ്കൃതവും ചേർന്ന ഭാഷയാണ് മണിപ്രവാളം. മാപ്പിള സാഹിത്യ ഭാഷ എന്നറിയപ്പെടുന്നത് അറബി മലയാളം. മലയാളത്തിൽ തന്നെ പലതരത്തിലുള്ളത്, അതായത് മാപ്പിള സാഹിത്യ ഭാഷ അറബി മലയാളം. ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകളുടെ എണ്ണം 22 ആണ്. പിന്നെ പഞ്ചാബി ഭാഷയുടെ ലിപി ഗുരുമുഖിയാണ്. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരിയാണ്. വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുന്ന പ്രാചീന ലിപിയാണ് ഖരോഷ്ടി. ഭാരതത്തിലെ ഏറ്റവും പ്രാചീന ലിപിയാണ് ബ്രാഹ്മി. സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ദേവനാഗരി. മലയാളം ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ആര്യ എഴുത്ത്. ഇന്ത്യയിൽ ഫ്രഞ്ച് ഭാഷ പ്രചാരത്തിലുള്ള പ്രദേശം പുതുച്ചേരിയാണ്.
യേശുക്രിസ്തു ഇരുന്ന ഭാഷ അരമായിക്കാണ്. മീത്തെ എന്നറിയപ്പെടുന്ന ഭാഷ മണിപ്പൂരിയാണ്. ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്നത് ഭാഷ ഉറുദു ആണ്. ഉറുദു ഭാഷയുടെ പിതാവ് അമീർ ഖുസ്രു. പാകിസ്ഥാനിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഉറുദു. പട്ടാള ക്യാമ്പുകളിലെയും രാജ്യ സദസ്സുകളിലെയും ഭാഷ എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഉറുദു. സംസ്കൃത ഭാഷ സംസാരിക്കുന്ന കർണാടകത്തിലെ ഗ്രാമമാണ് മാത്തൂർ. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ മാതൃഭാഷയാണ് കൊങ്ങിണി. പഹാരി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. മാലിദ്വീപിലെ ഔദ്യോഗിക ഭാഷ ദിവേഹി. ലിപി ഇല്ലാത്ത ഭാഷകൾ കൊങ്ങിണി തുളു. കൊങ്ങിണി തുളുവിന് ലിപി ഇല്ല, അതായത് എഴുത്തിൽ അവർക്ക് വ്യത്യാസമില്ല. ഓക്കെ. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കൃത്രിമ ഭാഷയാണ് എസ്പെരാൻഡോ. എസ്പെരാൻഡോ ഭാഷ അവതരിപ്പിച്ചത് ലുഡ്വിഗ് സാമെൻഹോഫ്. ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള രാജ്യം പാപ്പുവ ന്യൂഗിനിയാണ്. ലക്ഷദ്വീപിലെ പ്രാദേശിക ഭാഷ മലയാളമാണ്. ഭാഷയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിലും അതൊരു വളരെ വലിയൊരു വിഭാഗമാണ്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇറോം ഷാനു ശർമിളനെ കുറിച്ചാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന പ്രത്യേക സൈനിക അധികാര നിയമം അഥവാ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് AFSPA പിൻവലിക്കണമെന്ന ആവശ്യവുമായി 2000 നവംബർ മുതൽ നിരാഹാരം അനുഷ്ഠിച്ച മണിപ്പൂരി വനിതയാണ് ഇറോം ശർമിള. മണിപ്പൂരിൻ്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇറോം ഷാനു ശർമിളയാണ്. പ്ലാച്ചിമട സമരനായിക മയിലമ്മ. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മെധാ പട്കറാണ്. മ്യാൻമാറിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടി നടക്കുന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആങ് സാൻ സൂചിയാണ്. വീട്ടുതടങ്കലിൽ ആയിരുന്ന ഇവരെ 2010 താൽക്കാലികമായി മോചിപ്പിച്ചു. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് മാഡം ഭിക്കാജി കാമോ. ഇതിലെ എല്ലാതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അത് എന്തായാലും നമ്മൾ ഓർത്ത് വയ്ക്കണം. ഇറോം ഷാനു ശർമിള എന്ത് പ്രസ്ഥാനത്തിനെതിരെയാണ്, എന്ത് നിയമത്തിനെതിരെയാണ് നിരാഹാരം അനുഷ്ഠിച്ചിരുന്നത്, ആരാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പിതാവ്, മാഡം ഭിക്കാജി കാമ, ഇത്തരം കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ നദികളെ കുറിച്ചാണ് പഠിക്കുന്നത്. നദികൾക്ക് പലതരത്തിലുള്ള പേരുകളാണ് പണ്ട് ഇപ്പോൾ. അതായത് പണ്ടത്തെ കൃതികളിൽ പല പേരുകളാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ ആ പേരുകളിൽ നിന്ന് വ്യത്യസ്തമായ ആ സെയിം നദീനെ തന്നെ നമ്മൾ വേറെ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നതും ഇന്ന് ഇല്ലാത്തതുമായ നദിയാണ് സരസ്വതി. സരസ്വതി നദി എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. വേദങ്ങൾ എപ്പോഴും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെയും പ്രാചീനമായ കാലഘട്ടങ്ങളെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ളൊരു തെളിവ് പോലെയാണ് അത്. പക്ഷേ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്നതും ഇന്ന് നിലവില്ലാത്തതുമായ നദിയാണ് സരസ്വതി. ഗംഗ, യമുന, സരസ്വതി ഇവ മൂന്നും കൂടിച്ചേരുന്ന ഇടം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ്. ത്രിവേണി സംഗമം എവിടെയെന്ന് ചോദിച്ചാൽ അത് അലഹാബാദാണ്. ഓക്കെ. ഇനി പ്രാചീന കാലത്ത് അറിഞ്ഞിരുന്ന നദികളാണ്. ജലം എന്ന നദി വിദാസ്ത എന്നാണ് അറിയുന്നത്. ചിനാബ്, അസ്കിനി, രവി, പരുഷ്ണി, ബിയാസ്, വിപാസ, സത്ലജ്, ശതദ്രു. ബ്രഹ്മപുത്ര നദി പണ്ടറിഞ്ഞത് ലൗഹിത്യ. യമുന നദി കാളിന്തി എന്നറിയപ്പെടുന്നത്. കാളിന്തി എന്ന് പരാമർശം നമ്മൾ പല കൃതികളിലും കാണും, പക്ഷെ യമുനയാണ് അത് കാളിന്തി എന്ന് അറിയപ്പെട്ടിരുന്നത്. നർമ്മദ, രേവ, പമ്പ, ബാരിസ്. ബാരിസ് നദി നമുക്ക് കേൾക്കാവുന്നതാണ് ചരിത്രത്തിൽ. പെരിയാർ, ചൂർണി, ഭാരതപ്പുഴ, നിള.
ഭാരതപ്പുഴ നീള സെയിം ആണെന്ന് നമ്മൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം. പക്ഷേ പെരിയാർ ചൂർണി രണ്ടും കേട്ടിട്ടുണ്ടെങ്കിലും അത് സെയിം ആണ്. പമ്പ ബാരിസാണ്, നർമ്മദ രേവ, യമുന കാളിന്തി, ബ്രഹ്മപുത്ര ലൗഹിത്യ, സത്ലജ് ശതദ്രു, ബിയാസ് വിപാസ, രവി പരുഷ്ണി, ചിനാബ് അസ്കിനി, ജലം വിതാസ്ത. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി നൂബ്ര. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദി തീരം സിന്ധു. മോഹൻജൊദാരോ സ്ഥിതി ചെയ്തിരുന്ന നദീതീരം സിന്ധു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.